ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ കുറഞ്ഞ ചിലവിൽ ഇങ്ങനെ ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നമുക്ക് 2 കപ്പ് മണലും 1 കപ്പ് സിമൻറ്റും എന്ന റേഷ്യോയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ മണൽ അധികം കല്ലും ഒട്ടും തന്നെ കല്ലൊന്നും ഇല്ലാത്ത നല്ല മണൽ വേണം എടുക്കാൻ. ഞാനിവിടെ അളവെടുക്കുന്നതിനായിട്ട് ഒരു ഐസ്ക്രീമിൻ്റെ കപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കപ്പിൽ 2 കപ്പ് മണലും 1 കപ്പ് സിമൻറ്റുമാണ് എടുക്കേണ്ടത്. കയ്യിലുള്ളത് ഏത് കപ്പാണെങ്കിലും 2 കപ്പ് മണലും 1 കപ്പ് സിമൻറ്റും എന്ന റേഷ്യോയിൽ തന്നെ എടുക്കണം. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 കപ്പ് മണലും 1 കപ്പ് സിമൻറ്റും ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്യണേ. ഇപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒത്തിരി കൂടാനും പാടില്ല, എന്നാൽ ഈ മിശ്രിതം അധികം കട്ടിയാകാനും പാടില്ല. അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. ഒത്തിരി ലൂസായി പോയാലും ചട്ടി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. ഞാനിവിടെ ചട്ടി ഉണ്ടാക്കുന്നതിനായിട്ട് ഇതേപോലത്തെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വെക്കുന്നത് സാധാരണ ഒരു ഹാങ്ങിങ്ങൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചട്ടിയുമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ ചട്ടിയിലോട്ട് എണ്ണ തേച്ച് കൊടുക്കാം. അതേപോലെ അകത്ത് വെക്കുന്ന ചട്ടിയിലും ഇതേപോലെ തന്നെ എണ്ണ തേച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ മിക്സ് കുറേശ്ശെയായിട്ട് അതിലൊഴിച്ച് കൊടുക്കാം. ഏകദേശം ഈ ചട്ടിയുടെ പകുതി വരത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. കൂടുതലായി പോയാൽ അത് നമ്മൾ മറ്റേ ചട്ടി വയ്ക്കുമ്പോഴത്തേക്ക് ഈ മിശ്രിതം പുറത്തോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പം പകുതി, ആ ചട്ടിയുടെ പകുതി മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ചട്ടിയിൽ ഈ നിറച്ച് മണലെടുക്കുക. എന്നിട്ട് പതുക്കെ ഇതിലോട്ട് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. പതുക്കെ വേണം വെക്കാൻ. അതേപോലെ തന്നെ ഈ മിക്സ് ഏറ്റവും മുകളിൽ വരെ എത്താതിരിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്കിത് ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം പതുക്കെ മണ്ണ് മാറ്റിയിട്ട് ഈ ചട്ടി നമുക്ക് അകത്ത് നമ്മൾ വെച്ച ആ ചട്ടി പതുക്കെ എടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ നടുവിലായിട്ട് ചെറിയ ഹോളിട്ട് കൊടുക്കാം. നമുക്ക് ചെടി നനയ്ക്കുമ്പോൾ ആ വെള്ളം താഴോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും കമ്പോ എന്തെങ്കിലും വെച്ചിട്ട് പതുക്കെ കുത്തി കൊടുക്കുക. പൊളിഞ്ഞു പോകാതെ സൂക്ഷിക്കുക. ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ മറ്റേ ചട്ടിയിൽ നിറച്ച ആ മണ്ണില്ലേ, ആ മണ്ണ് തന്നെ ഈ ചട്ടിയിലോട്ടാക്കി വെക്കുക. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മുറവോ എന്തെങ്കിലും കയ്യിലുള്ള എന്തെങ്കിലും തടിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് മറിച്ചിടുക. അതിനുശേഷം നമുക്ക് ഇതൊരു 10 മുതൽ 12 മണിക്കൂർ വരെ ഇങ്ങനെ തന്നെ വെക്കാം. അതിനുശേഷം പതുക്കെ തട്ടിക്കൊടുത്തുകൊണ്ട് നമുക്കിത് ഊരിയെടുക്കാം. കണ്ടോ, ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി ചെടിച്ചട്ടി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി നമുക്ക് ഈ ചട്ടിക്ക് പെയിൻറ്റ് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ കൊടുത്ത് നമുക്കിത് നല്ല ഭംഗിയാക്കി എടുക്കാം. ഇതിപ്പോൾ മക്കളാണ് എന്നെ സഹായിക്കുന്നത്.
ഇപ്പോൾ സ്കൂളിലൊന്നും പോകാതെ വീട്ടിൽ ബോറടിച്ചിരിക്കുമല്ലേ, അപ്പോൾ അവർക്കൊരു പണി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവർ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചട്ടി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതേപോലെ ഒരു കളർ അടിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ അത് ചെറിയ ഡിസൈൻസൊക്കെ കൊടുത്ത് നമുക്ക് അടിപൊളിയാക്കി എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.